നമസ്കാരം. പതിരും കതിരും. പിണറായിക്ക് മുമ്പിൽ ദ്വാരപാലകന്മാരെ പോലെ കുറിയിട്ട് രണ്ട് സമുദായ പ്രമാണിമാർ ഉണ്ടായിരുന്നു. നാണം കെട്ട് ചെമ്പ് തെളിഞ്ഞ രണ്ട് മഹാമൂർത്തികൾ. പെരുന്നയിൽ അമരും സുകുമാരൻ നായരും കണിച്ചുകുളങ്ങരയിൽ വാഴും നടേശൻ അവർകളും. പിണറായിക്കൊപ്പം ശബരിമല വിഷയത്തിൽ ഉറച്ചു നിന്ന സുകുമാരൻ നായർ അന്ന് പ്രതിഷേധം ഭയന്ന് മാളത്തിൽ കയറി ഒളിച്ചതാണ്. പിണറായി പമ്പയിൽ നടത്തിയ ആഗോള ഉഡായിപ്പ് സംഗമത്തിൽ വാസവൻ ചെന്ന് വിളിച്ചപ്പോൾ മണിച്ചേട്ടൻ വരാൻ റെഡിയായി. ഒരു പ്രതിനിധിയെ അയച്ച് സർക്കാരിനോട് സേവ കൂടി. ഈ സർക്കാർ ശബരിമല വിഷയത്തിലെടുത്ത നിലപാട് ശരിയായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതോടെ സുകുമാരൻ നായരെ കട്ടപ്പ നായരാക്കി ഫ്ലെക്സും പ്രതിഷേധവും ഇറങ്ങി. പിണറായിക്ക് സുകുമാരൻ നായർ കൊടുത്ത 100 മാർക്ക് വെട്ടി ജനം 3 വട്ടപൂജ്യം ഇട്ടു നൽകിയിരിക്കുകയാണ്. അയ്യപ്പൻ്റെ കിണ്ടിയും കോളാമ്പിയും യോഗദണ്ഡും മുദ്രമാലയും മാത്രമല്ല, കട്ടളയും വാതിലും കട്ടുതിന്ന സർക്കാർ അങ്ങേക്ക് വളരെ വേണ്ടപ്പെട്ടതായത് എങ്ങനെയാണ്? കാര്യത്തോടടുക്കുമ്പോൾ ശുദ്ധനായർ സിദ്ധാന്തവും കഴകക്കേട് വരുമ്പോൾ കുരുത്തോലച്ചൂട്ടിൻ്റെ സ്വഭാവം കാണിക്കരുത്. ഇടച്ചേന നായരും കുരുത്തോലച്ചൂട്ടും എന്ന് കേട്ടിട്ടുണ്ട്. രണ്ടും ഇടയ്ക്ക് വെച്ച് ചതിക്കും. പിണറായി വിജയനെ മൂന്നാമതും എഴുന്നള്ളിച്ചു കൊണ്ടുവരാൻ ഉത്സാഹം കാണിച്ച പുള്ളികളാണല്ലോ ഈ സുകുമാരൻ നായരും നടേശൻ മുതലാളിയും. സത്യസന്ധന്മാരായ നിങ്ങൾ രണ്ട് സമുദായ പ്രമാണിമാർ കൂട്ടുചേർന്നതോടെ പിണറായിയുടെ പ്രഭയങ്ങ് ലോകമാകെ ഉയർന്നു. സകല നായന്മാരും ഈഴവരും ചേർന്ന് പിണറായി വിജയനെ പൊക്കിയെടുത്ത് പിന്നെയും അധികാരമഞ്ചത്തിൽ വെക്കുമെന്നാണ് സഖാക്കൾ കരുതിയത്. അതോടെ വെള്ളാപ്പള്ളി അവർക്ക് ധർമ്മപുത്രരും സുകുമാരൻ നായർ ഹരിചന്ദ്രനുമായി. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുകക്ഷങ്ങൾക്കുണ്ടായിരുന്ന ഏക ഉറപ്പ് ഈ നായർ സംബന്ധവും ഈഴവ പ്രമാണിയുടെ ജാതി പറച്ചിലുമായിരുന്നു. ഇവരുടെ രണ്ടിൻ്റെയും അനുഗ്രഹമുണ്ടെങ്കിൽ സകല ഹിന്ദു വോട്ടുകളും വന്നു കുമിയും എന്നായിരുന്നു ഇവരുടെ ചിന്ത. കാൽചക്രത്തിൻ്റെ പൂച്ച മുക്കാൽ ചക്രത്തിൻ്റെ പാല് കുടിച്ചു എന്ന് പറയും പോലെ കാൽചക്രത്തിൻ്റെ പ്രയോജനം ഉണ്ടായതുമില്ല, മുക്കാൽ ഭാഗം കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. ഇത്രയൊക്കെ ശബരിമലക്കൊള്ള നടന്നിട്ടും കട്ടവനെയൊക്കെ കള്ള എന്നും കള്ളന് കഞ്ഞി വെച്ച പുള്ളിയെ പിണറായി എന്നും വിളിക്കാൻ ഈ സമുദായ പ്രമാണിമാർ എന്തുകൊണ്ടാണ് വായ തുറക്കാത്തത്? മുരാരി ബാബു എന്ന ദേവസ്വം കള്ളൻ പെരുന്നമൂർത്തിയുടെ അനുഗ്രഹത്തോടെയാണ് പലവട്ടം പിടിക്കപ്പെട്ടിട്ടും ദേവസ്വത്തിൻ്റെ പ്രധാനിയായി തുടർന്നത്. ഈ മുരാരി ഒരു കരയോഗത്തിൻ്റെ ഭാരവാഹിയായിരുന്നു. കേസിൽപ്പെട്ടപ്പോഴാണ് പുറത്താക്കിയത്. അവൻ്റെ വീട്ടിൽ തീപ്പെട്ടിക്കൊള്ളി വരെ തേക്ക് തടി കൊണ്ട് ഉണ്ടാക്കിയതാണ്. BJP പോലും ശബരിമല വിഷയത്തിൽ വേണ്ടത്ര ഊന്നൽ നൽകിയില്ല. തങ്ങളുടെ സമരം കൊണ്ട് UDFകാർ കയറിപ്പോയാലോ എന്നൊരു കുടില ചിന്ത അവർക്കുണ്ടായിരുന്നു. പക്ഷേ പോറ്റിയെ കേറ്റിയെ എന്ന പാരടി എഴുതിയ ഒരു പ്രവാസിയായ മുസൽമാൻ പിണറായി വിജയൻ്റെയും സഖാക്കളുടെയും അൽബൂരിക്കട്ട ഇളക്കിക്കളഞ്ഞു. വാപരെ വാപുരനാക്കി എങ്ങനെ ശബരിമലയിൽ നിന്നും ഇറക്കി വിടാമെന്ന് ചിന്തിക്കുന്ന കുടില ബുദ്ധിക്കാർക്ക് അയ്യപ്പൻ തന്ന പണി കൂടിയാണ് ഇത്. മലപ്പുറത്തെ മുസ്ലിങ്ങൾ മുഴുവൻ UDFന് വേണ്ടി വോട്ട് ചോദിച്ചത് പോറ്റിയെ കേറ്റി എന്ന പാട്ട് പാടിക്കൊണ്ടാണ്. ഹിന്ദുവിൻ്റെ മുതൽ കട്ടുമുടിച്ചപ്പോൾ മലപ്പുറത്തുകാരൻ മുസൽമാനുണ്ടായ ദുഃഖം പോലും വെള്ളാപ്പള്ളിക്കും സുകുമാരൻ നായർക്കും ഉണ്ടായതേയില്ല. ഈ പാട്ടുകൊണ്ടുള്ള അടി തെരഞ്ഞെടുപ്പ് കാലത്തെ വിചിത്രമായ ഒരു സംഭവമായി മാറി. രണഗീതത്തേക്കാൾ ഇഫക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പാരടിക്കായിരുന്നു. ഖത്തറിൽ ജോലി ചെയ്യുന്ന ആ പ്രവാസിയായ മനുഷ്യനെ ഇനി ഏതൊക്കെ തരത്തിൽ CPMകാർ ദ്രോഹിക്കുമെന്ന് ആരറിഞ്ഞു? പോറ്റിയെ കയറ്റിയ പോലെ നടേശനെ പിണറായി വിജയൻ കാറിൽ കയറ്റിയതോടെ കേരളത്തിലെ മറ്റു മതങ്ങളെല്ലാം പിണറായിക്കെതിരായി. ഈ വെള്ളാപ്പള്ളിക്ക് ഇത്രയേറെ സൈഡ് ഇഫക്റ്റ് ഉണ്ടാകുമെന്ന് പിണറായി പോലും കരുതിയിട്ടില്ല. കുറേ പെട്ടിതാങ്ങികളും ഭക്തന്മാരുമല്ലാതെ ഈ രണ്ട് സമുദായ നേതാക്കന്മാർക്കും കാര്യമായ സ്വാധീനമൊന്നും പുറത്തില്ല. പിണറായി വളർത്തുന്ന കുറേ അടിമകളെയും ആശ്രിതരെയും പോലെ മാത്രം. പുറത്തേക്കിറങ്ങിയാൽ ഇവർക്കൊക്കെ കാശിന് 16 എനിക്കെന്താ അയിത്തമുണ്ടോ? എന്നെ കാറിൽ കയറ്റിയത് കൊണ്ടല്ല ഈ തോൽവി, ഞാനെന്താ പാവപ്പെട്ട ജാതി ആയതുകൊണ്ടാണോ എന്നോട് ഈ ശത്രുത എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി കരയുന്നത്. അയ്യോ ഒരു പാവം, ഓച്ചറച്ചെന്നാൽ കഞ്ഞി കിട്ടും. മുഖ്യമന്ത്രിക്ക് ഭയങ്കര മതനിരപേക്ഷതയാണെന്നാണ് സജി ചെറിയാൻ പറയുന്നത്. ആരെയും അദ്ദേഹം കാറിൽ കയറ്റും. റിയാസിനെ വണ്ടിയിൽ കയറ്റിയ കാര്യമായിരിക്കും ഈ ചെറിയാച്ചൻ പറയുന്നത്. പിണറായി വിജയൻ്റെ മതനിരപേക്ഷതയെല്ലാം ജനങ്ങൾക്ക് മനസ്സിലായി. വെള്ളാപ്പള്ളിയെ കൊണ്ട് മലപ്പുറത്തുകാരെ തെറി വിളിപ്പിച്ചും ഹിന്ദു പത്രത്തിൽ മലപ്പുറത്തെ ചൊറിഞ്ഞുമൊക്കെ പിണറായി ഉദ്ദേശിച്ചത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഈ രണ്ടിനെയും കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ പിണറായിക്കും ബോധ്യമായിട്ടുണ്ടാകും. ഇനിയും ഇതിനെ തള്ളി മറ്റവനെ എങ്ങനെ പുൽകും? ഫലമറിഞ്ഞതോടെ സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളിക്കും വായിൽ നാക്കില്ലാതായി.
ഇനി രണ്ടുപേരും UDFന് ഫ്രീ ആയി ഉപദേശങ്ങൾ കൊടുക്കും. സതീശനെങ്ങാനും മുഖ്യനായാൽ താക്കോൽ സ്ഥാനത്തിന് എവിടെ പിടിക്കുമോ എന്തോ ഈ സുകുമാരൻ നായർ. സതീശൻ ഭൂലോക അഹങ്കാരിയാണെന്ന സർട്ടിഫിക്കറ്റ് നേരത്തെ കൊടുത്തയാളാണ് വെള്ളാപ്പള്ളി നടേശൻ. നടേശനെ ആ കാറിൻ്റെ ഡിക്കിയിൽ പോലും കേറ്റില്ല സതീശൻ എന്ന കാര്യം ഉറപ്പാണ്.